ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥത്താൽ ലഭിച്ച അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നല്ലോ. ഇന്ന് ഏതാനും സാക്ഷ്യങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഏലിക്കുട്ടി സേവ്യർ തൻ്റെ മകന് ലഭിച്ച അത്ഭുതകരമായ മാനസാന്തരത്തെ പറ്റിയാണ് നമുക്ക് എഴുതി അറിയിച്ചിരിക്കുന്നത്. 6 വർഷം ഡൽഹിയിൽ തെറ്റായ ബന്ധത്തിൽപ്പെട്ട് ജീവിച്ച ഞങ്ങളുടെ മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി ധന്യൻ മത്തായിയച്ചൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തിരുന്നു. അവൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം മാമോദീസ മുക്കുവാനും അവരുടെ വിവാഹം ആശീർവദിക്കുവാനും എല്ലാം ദൈവം മത്തായിയച്ചനിലൂടെ ഇടയാക്കി. കൂടാതെ ഒരു വീടും സ്ഥലവും വാങ്ങിക്കൊടുത്ത് താമസിപ്പിക്കുവാനും സാധിച്ചു. ധന്യൻ മത്തായിയച്ചൻ വഴി ഞാൻ പ്രാർത്ഥിച്ച ഈ വലിയ അനുഗ്രഹം ദൈവം അത്ഭുതകരമായി നടത്തി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇനി മറ്റൊരു സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. മേവടയിൽ നിന്നും ലിസി ജോസിന് ലഭിച്ച രോഗശാന്തിയെ പറ്റിയാണ് അവൾ എഴുതി അറിയിച്ചിരിക്കുന്നത്. എനിക്ക് വിട്ടുമാറാത്ത പനിയെ തുടർന്ന് ന്യൂമോണിയ ബാധിക്കുകയും എന്നെ മരിയൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ നില ഗുരുതരമായതിനാൽ കാരിത്താസിലേക്ക് മാറ്റി. എൻ്റെ രോഗം അതീവ ഗുരുതരമായി തീർന്നെന്നും വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല എന്നും അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊള്ളാനും ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വന്തം സഹോദരി സിസ്റ്റർ ലീമ ചൊവ്വാറ്റുന്നേൽ ധന്യൻ മത്തായിയച്ചൻ്റെ കബറിടത്തിൽ വിശുദ്ധ കുർബാനയും ആരാധനയും അർപ്പിക്കുകയും എല്ലാ സിസ്റ്റേഴ്സിനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ക്രമേണ എൻ്റെ രോഗം 5 ദിവസം കൊണ്ട് കുറഞ്ഞ് പനി വിട്ടുമാറി. വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോഴും എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കേട്ട് എന്നെ കൈവിടാതെ എനിക്ക് പുതുജീവൻ നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് ധന്യൻ മത്തായിയച്ചൻ വഴി കോടാനുകോടി നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ചെമ്മലമറ്റത്തു നിന്നും സജിത വിനോദ് അറിയിച്ച സാക്ഷ്യം കൂടി നമുക്ക് കേൾക്കാം. ഞാൻ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. എൻ്റെ അമ്മ കൂത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിൽ വച്ച് ഒരു ഓപ്പറേഷന് വിധേയയായി. 42 മണിക്കൂർ കഴിഞ്ഞിട്ടും ബോധം തെളിഞ്ഞില്ല. ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചപ്പോൾ തൊട്ടടുത്ത മുറിയിലെ ഒരു മോളിച്ചേച്ചി പറഞ്ഞതനുസരിച്ച് കദളിക്കാട്ടിൽ ധന്യൻ മത്തായിയച്ചൻ്റെ ശ്രാദ്ധം വന്ന് കൂടിക്കൊള്ളാമെന്ന് നേരുകയും തൽക്ഷണം അമ്മ ബോധം തെളിയുകയും ചെയ്തു. ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥ്യം വഴി ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥ്യം യാചിക്കാം. ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം.